കൊല്ലം മടത്തറയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് നായ ആക്രമിച്ചത്. കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി മനോജ് ഉണ്ട്. മനോജ്, എങ്ങനെയാണ് ഈ കുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായത്? കുട്ടിയുടെ നിലവിലെ അവസ്ഥ എന്താണ്? ഈ വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ നായ ഈ വീട്ടിലേക്ക് എത്തുന്നതും കുട്ടിയെ ആക്രമിക്കുന്നതും. തുടർന്ന് രക്ഷകർത്താക്കൾ വീട്ടിലുണ്ടായിരുന്നു. ഇവർ ചേർന്ന് നായയെ ഓടിക്കുകയായിരുന്നു. നാട്ടുകാരൊക്കെ ചേർന്ന് ഈ നായയെ പിന്നീട് ഈ തല്ലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ മടത്തറയിലാണ് ഇത്തരത്തിൽ 3 വയസ്സുകാരിക്ക് ഈ ഗുരുതര പരിക്കേറ്റുള്ളതും കുട്ടിയുടെ മുഖത്തുമൊക്കെ പരിക്കൊണ്ട്. കുട്ടിയെ ആദ്യം സ്ഥലത്ത് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈശൻ എന്നാണ് കുട്ടിയുടെ പേര്. 3 വയസ്സാണുള്ളത്. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ പ്രദേശത്ത് തെരുവുനായകളുടെ ശല്യം രൂക്ഷമായിരുന്നു. ഇതൊക്കെ ഉന്നയിച്ച് നാട്ടുകാർ പരാതിയും നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ കുട്ടിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ വിവിധ ഇടങ്ങളിലായി, അതായത് നിരവധി പേർക്ക് ഈ നായയുടെ കടിയേറ്റിട്ടുണ്ട്. ഇതേ നായ തന്നെ ഇന്ന് രാവിലെ മറ്റുള്ളവരെയും ഇത്തരത്തിൽ ആക്രമിക്കാൻ ഓടിച്ചതായും വിവരമുണ്ട്. എന്തായാലും നിരന്തരമായി നടക്കുന്ന ഈ ഒരു തെരുവുനായയുടെ ആക്രമണം, അതിൽ ശാശ്വതമായ ഒരു പരിഹാരമില്ല എന്നുള്ളതാണ് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം. ഇപ്പോൾ ഒരു കുട്ടിക്കാണ് പരിക്കേറ്റുള്ളത്. അത് ഗുരുതര പരിക്കാണെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുഖത്തുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. വീട്ടിലേക്ക് കയറിയാണ് ഈ നായ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് വീട്ടുമുറ്റത്ത് ഒരു കുട്ടിക്ക് കളിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. ശരി മനോജ്, കൊല്ലം മടത്തറയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുഞ്ഞിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.